ഞങ്ങൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു വിഷയത്തിന്റെ പേരിൽ ഈ PTM സ്കൂളിനകത്തേക്ക് SFI സമരം ഏറ്റെടുക്കുന്നത്. ഒരുപക്ഷെ ഞങ്ങളെ തടഞ്ഞ ഇപ്പോൾ ഉള്ള പോലീസുകാർക്ക് ഒരുപക്ഷെ ഇതിന്റെ പൂർണ്ണമായ ഈ സ്കൂളിന്റെ ട്രാക്ക് അറിയില്ലായിരിക്കും. ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഈ നാടിനകത്തെ ഇതിനു മുന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഈ സ്കൂളിനകത്തുണ്ടായിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ പോലീസ് സംവിധാനത്തെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു ഹിന്ദി അധ്യാപകൻ നൌഷാദാണ് പോലും ആ തെമ്മാടിയോട് SFI പറയാൻ വേണ്ടി തീരുമാനിക്കുന്നു, ഇനി ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ ദേഹത്ത് നിന്റെ കൈ പൊന്തി എന്നറിഞ്ഞാൽ ചെറുപ്പുളശ്ശേരി അങ്ങാടിയിലിട്ട് നിന്നെ നിന്നടിക്കാൻ വേണ്ടി SFI തീരുമാനിച്ചിട്ടുണ്ട്. നല്ല ബോധ്യത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. മാധ്യമ പ്രവർത്തകരുണ്ട്, ഈ നാടിനകത്ത് മനുഷ്യരുണ്ട്, പോലീസുകാരുണ്ട്, എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് പറയുന്നത്. കാരണത്തടിക്കുമ്പോഴും നിന്നെയൊക്കെ നിന്ന് ചെറുപ്പുളശ്ശേരി ടൗണിലിട്ട് ഞങ്ങൾ തിരിച്ചടിക്കും. ഒരു തർക്കവും വേണ്ട, ഒരു സംശയവും വേണ്ട. ഇനി ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ നേരത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കാണാം ഈ അങ്ങാടി ചെറുപ്പുളശ്ശേരിയാണ് എന്ന് ഓർത്താൽ നല്ലതാണ്. UDF ആണ് കേരളം ഭരിക്കുന്നത്, വിദ്യാഭ്യാസ മന്ത്രി മുസ്ലിം ലീഗാണ് എന്ന ദാസ്യത്തിന്റെ പുറത്താണ് മുസ്ലിം ലീഗുകാരനായ 1-ാം വാർഡ് മെമ്പർ ഈ പണി ചെയ്യുന്നതെങ്കിൽ ആ പണി നിർത്തിക്കൊള്ളണം. ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മുന്നേയും സമാനമായ സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അന്ന് മുസ്ലിം ലീഗുകാരനാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്, ഇന്ന് കാരണത്താണ് നടിക്കുന്നത്. ആ വിദ്യാർത്ഥിക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ, ആ വിദ്യാർത്ഥിക്കുണ്ടാകുന്ന മറ്റു ഒരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. നല്ല രൂപത്തിൽ ഇനിയും ഞങ്ങൾ പറയും, 1000 തവണ പറയും. എന്ത് തെമ്മാടിത്തരമാണ് ഈ സ്കൂളിനകത്ത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? നിങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തെ നിരോധിക്കുന്നു, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും നിങ്ങൾ നിരോധിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, മര്യാദക്ക് ഈ സ്കൂൾ നടത്തിപ്പോകണമെങ്കിൽ വിദ്യാർത്ഥികളോട് മാന്യമായി നിങ്ങൾ പെരുമാറണം. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് വല്ലാതെ പ്രണയിക്കുന്നുണ്ട്, ഞങ്ങൾക്കറിയാം. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങൾക്കറിയാം. അതൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. എയ്ഡഡ് മേഖലയെ നിങ്ങൾ എത്ര വേണമെങ്കിലും പ്രോത്സാഹിപ്പിച്ചോളൂ, ഗവൺമെന്റ് മേഖലയെ നിങ്ങൾ തകർത്തെറിയാൻ വേണ്ടിയുള്ള സകല പണിയും നിങ്ങൾ എടുത്തോളൂ. പക്ഷേ ബിസിനസ്, കച്ചവടം മാത്രം താല്പര്യമിട്ടുകൊണ്ട് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സമാനമായ സ്ഥിതിയാണ്. ഈ സ്ഥിതി വെച്ച് ഈ സ്ഥാപനം അധികകാലം നടത്തിക്കൊണ്ടുപോകാം എന്നിവിടെ ആരും ധരിക്കേണ്ടതില്ല. ഞങ്ങൾ ഇവിടുത്തെ പ്രധാന അധ്യാപികയുമായി ചർച്ച നടത്താനാണ് ഞങ്ങൾ മാർച്ച് നടത്തിയത്. ആ ചർച്ച ഞങ്ങൾ നടത്തും. ആ ചർച്ച നടത്തിയതിനു ശേഷം ഞങ്ങൾക്ക് കേൾക്കേണ്ട ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, ആ അധ്യാപകൻ നാളെ മുതൽ ഈ സ്കൂളിനകത്ത് പ്രവേശിക്കരുത് എന്നുള്ളതാണ്. ആ ഡിമാൻഡ് അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഒരു തർക്കവും വേണ്ട. അവൻ ഈ ക്യാമ്പസിനകത്ത് പ്രവേശിക്കാൻ വേണ്ടി പാടില്ല. ഒരു നിലക്കും അയാൾ അധ്യാപകൻ എന്ന് വിളിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. ആ തെമ്മാടി ഇനി സ്കൂളിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പാടില്ല. നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇനി ഏതെങ്കിലും അടിസ്ഥാനത്തിൽ അയാൾ ഈ സ്കൂളിനകത്ത് പ്രവേശിച്ചാൽ അവനെ കൈകാര്യം ചെയ്യുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ പ്രതിഷേധ സംഗമം, ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു. എന്നാൽ 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ? അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ 1 സ്വാശ്രയ പോളിടെക്നിക്കായ ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളും ദ്വിവർഷ ലാറ്ററൽ എൻട്രി കോഴ്സുകളും AICTEയുടെയും SPTയുടെയും അംഗീകാരത്തോടെ നൽകപ്പെടുന്നു. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ജോബ് ഓറിയന്റഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ്, CAD കോഴ്സുകൾക്ക് പ്രത്യേക ട്രെയിനിംഗ്, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, വർക്ക്ഷോപ്പുകൾ, ടെക് ഫെസ്റ്റുകൾ, അത്യാധുനിക ലാബുകൾ, വിദഗ്ധരായ അധ്യാപകർ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഇന്നു തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. മലബാർ പോളിടെക്നിക് ക്യാമ്പസ്, ചെറുപ്പുളശ്ശേരി.